നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്ഥാനാർത്ഥികളാകാൻ പോകുന്നവരെ കുറിച്ച് പല വിധത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത്. കോൺഗ്രസ് ഇക്കുറി യുവാക്കൾക്കും അപ്രതീക്ഷിത മുഖങ്ങൾക്കും അവസരം നൽകുമെന്ന വിധത്തിലാണ് വാർത്തകൾ. ഇതോടെ പല പേരുകളും ഉയർന്നു വരുന്നുണ്ട്. ഇതിനിടെ വേണമെങ്കിൽ പുതുപ്പള്ളിയിൽ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറെന്ന് ചാണ്ടി ഉമ്മൻ MLA ഇന്നലെ വയനാട്ടിൽ കോൺഗ്രസ് നേതൃസംഗമത്തിൽ അറിയിച്ചതും വാർത്തകളിൽ നിറഞ്ഞു. പുതുപ്പള്ളിയിൽ മത്സരിക്കണോ എന്നത് പാർട്ടി തീരുമാനിക്കും, പറയാനുള്ളത് പാർട്ടിക്കുള്ളിൽ പറഞ്ഞിട്ടുണ്ടെന്നുമാണ് ചാണ്ടിയുടെ പ്രതികരണം. പുതുപ്പള്ളിയിൽ UDF വിജയിച്ചിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ നിലപാട് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും കൂടുതൽ പ്രതികരണങ്ങൾക്കില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഈ വാർത്തയ്ക്ക് പിന്നാലെ ചാണ്ടിക്ക് പകരം അച്ചു ഉമ്മനും മറിയ ഉമ്മനും സ്ഥാനാർത്ഥികളാകുമെന്ന വിധത്തിലാണ് വാർത്തകൾ വന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മന് മത്സരിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളായി ചെങ്ങന്നൂർ, ആറന്മുള, കാഞ്ഞിരപ്പള്ളി എന്നീ മണ്ഡലങ്ങളിലാണ് പരിഗണിക്കുന്നത് എന്നാണ് വാർത്തകൾ എത്തിയത്. UDFന് വലിയ മുന്നേറ്റത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് കണക്ക് കൂട്ടുന്ന മണ്ഡലങ്ങളാണ് ഇത്. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരരംഗത്തേക്ക് എത്തിയാൽ UDFന് കൂടുതൽ ഉണർവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണി. മറിയ ഉമ്മനുമായി ചില നേതാക്കൾ ബന്ധപ്പെട്ടതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ നേരിട്ട് സംസാരിച്ചതായും സൂചനയുണ്ട്. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ വ്യക്തത വന്നേക്കും. നിർണായകമായ നീക്കങ്ങൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുമുണ്ട്. അച്ചു ഉമ്മന്റെ പേരും പാർട്ടി പരിഗണിക്കുന്നുണ്ടെന്നുമായിരുന്നു വാർത്തകൾ. അച്ചുവിനെയും സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും വാർത്തകളെത്തി. ഒടുവിൽ ഈ വാർത്തകളെല്ലാം തള്ളിക്കൊണ്ട് ചാണ്ടി ഉമ്മനും എത്തി. ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും തന്റെ അറിവിൽ സഹോദരിമാർ മത്സരിക്കാനില്ലെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. നിങ്ങൾ തന്നെ ഒരാളെ തീരുമാനിച്ച സ്ഥാനാർത്ഥിയാക്കിയാൽ എന്ത് ചെയ്യുമെന്നും അദ്ദേഹം ചോദിച്ചു. എന്റെ അറിവിൽ സഹോദരിമാർ മത്സരിക്കില്ല, അവർക്ക് താല്പര്യമില്ലെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അച്ചു അവധിക്ക് വന്നപ്പോഴും രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നതാണ് പറഞ്ഞത്. അപ്പ ഉള്ളപ്പോൾ തന്നെ അങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തിരുന്നത്. അതിൽ മാറ്റമുണ്ടായാൽ അവർ എന്നോട് പറയും, പാർട്ടിയോടും പറയും, ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ ഉണ്ടാകുമെന്നും അങ്ങനെയാണ് നിലവിലെ തീരുമാനമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. പുതുപ്പള്ളി ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറാണെന്ന വാർത്തയിലും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. പാർട്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടിയിൽ പറഞ്ഞതാണ്. പാർട്ടി ആവശ്യപ്പെട്ടതിനും അനുസരിച്ചാണ് താൻ സ്ഥാനാർത്ഥിയായത്. പാർട്ടി തീരുമാനിച്ചാലേ താൻ വീണ്ടും സ്ഥാനാർത്ഥിയാവുകയുള്ളൂ. എവിടെയായാലും എല്ലാം പാർട്ടിയുടെ തീരുമാനമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. രാഷ്ട്രീയമായി എനിക്ക് വിയോജിപ്പുള്ള ശ്രീ MM മണിയുടെ സ്റ്റേറ്റ്മെന്റ് കേട്ടു. ഇനി ഞങ്ങൾ കമ്മിറ്റിക്ക് പോകണ്ടല്ലോ. അതേ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. എന്റെ അറിവിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ താല്പര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്കതല്ലേ അത് പറയാൻ പറ്റുള്ളൂ. പാർട്ടി ആരെ നിർത്തിയാലും നമ്മൾ സ്വാഗതം ചെയ്യും. പാർട്ടിക്ക് ആരെ വേണേ നിർത്താം. പാർട്ടിയുടെ തീരുമാനമാണ്. അങ്ങനെ ഒരു തീരുമാനമുണ്ട്. അവര് ഞങ്ങളോട് കൺസൾട്ട് ചെയ്ത് ഞങ്ങൾ ചേർന്നൊരു തീരുമാനമെടുക്കും. ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഞങ്ങളുടെ മുന്നിലില്ല. അങ്ങനെ ഒരു ചോദ്യം പാർട്ടി പറയട്ടെ. പാർട്ടി പറയുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കും. ഇപ്പൊ പാർട്ടി നിർബന്ധിക്കുവാണെങ്കിൽ അപ്പൊ ആലോചിക്കാം. പക്ഷെ അങ്ങനെ ചോദ്യം ഇല്ലാത്തപ്പം, അങ്ങനെ താല്പര്യം ഇവര് പ്രകടിപ്പിക്കാത്തപ്പം ഞാൻ എങ്ങനെ പറയാൻ സാധിക്കും ഈ കാര്യങ്ങൾ?